കഴിഞ്ഞ ദിവസം ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു ട്രാൻസ്പ്ലാന്റിന് ശേഷമുള്ള ഒരു വാട്ട ഈറ്റിനിടെ ചെയ്യുമോ ചോദിച്ചിട്ട്. 6 മണിക്കിന് ഫസ്റ്റ് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ അതാണ് ആദ്യം കഴിക്കുന്നത്. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കഴിക്കും. ആ സമയത്ത് ഷുഗർ ഒന്ന് ചെക്ക് ചെയ്യും. ഷുഗർ നല്ലോണം കുറവാണെങ്കിൽ പഴമോ ബിസ്ക്കറ്റോ എന്തെങ്കിലും എടുത്ത് കഴിക്കും. അതിനുശേഷം പിന്നെ 7 മണി ടാബ്ലറ്റ് കഴിക്കും. ഇപ്പോൾ 7 മണി മുതൽ 8 മണി നമുക്ക് ഫുഡൊന്നും കഴിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ബിസ്ക്കറ്റ് എന്തെങ്കിലും കുറച്ച് എടുത്ത് കഴിക്കാറുണ്ട്. പിന്നെ ഭക്ഷണത്തിന് മുന്നേ ഷുഗറിൻ്റെ ടാബ്ലറ്റും അതുപോലെ ഗ്യാസ് ട്രബിളിൻ്റെ ടാബ്ലറ്റും കഴിക്കും. പിന്നെ ഒരു ദിവസം ഭക്ഷണത്തിന് മെയിനായിട്ട് വേണ്ടത് ഇൻസുലിനാണ്. ഇൻസുലിൻ ആദ്യം 16 യൂണിറ്റ് ഒക്കെ എടുത്തായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ 4 യൂണിറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഇന്ന് രാവിലെ കഴിക്കാനുണ്ടാക്കുന്ന നൂൽപുട്ടാണ്. അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ നൂൽപുട്ടൊന്നും കഴിക്കില്ല. ഷുഗർ കുറച്ച് കൂടുതലാണെങ്കിൽ ഞാൻ അപ്പോൾ എന്തെങ്കിലും ഗോതമ്പിൻ്റെ അതുപോലെ തന്നെ ഓട്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി കഴിക്കുക ചെയ്യാറ്. അപ്പോൾ ഇന്ന് ഷുഗർ കുറവായിരുന്നു, അതുകൊണ്ട് ഞാൻ നൂൽപുട്ട് കഴിച്ചു. അപ്പോൾ നൂൽപുട്ട് കഴിക്കുമ്പോൾ 2 നൂൽപുട്ട്, അതുപോലെ അളവ് വളരെ കുറച്ച് കഴിക്കുള്ളൂ. 2 നൂൽപുട്ടും കടലക്കറിയായിരുന്നു. അപ്പോൾ കടൽ ഒരുപാട് എടുത്ത് കഴിക്കാറുണ്ട്. ഒരു ദിവസം നമുക്ക് ധാന്യങ്ങൾ ഒരുപാട് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അതിനുശേഷം ഞാൻ നമ്മൾ TBയുടെ ടാബ്ലറ്റ് കഴിച്ചു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അടുത്ത ടാബ്ലറ്റും കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇന്ന് കഴിക്കാൻ വേണ്ടി പോകുന്നത് കുറച്ച് ചോറെടുക്കും. ചോറ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 6 മാസമായിട്ടേ ഉള്ളൂ. അതിന് മുന്നേ വരെ നമ്മൾ ചാമ റൈസാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പൂർണ്ണമായിട്ടും ചോറ് കഴിക്കാറുണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ കുറച്ച് ഷുഗർ കൺട്രോൾ ആവാൻ വരാൻ തുടങ്ങിയതിന് ശേഷമാണ് ഞാൻ ചോറ് കഴിക്കാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ ഇന്ന് മുട്ടയും അതുപോലെ തന്നെ ഇടിച്ചക്കട് ഉപ്പേരി ഉണ്ടായിരുന്നു. ഇവിടെ മീൻ കറി ആയിരുന്നു. മീൻ എനിക്ക് കഴിക്കാൻ വേണ്ടി പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ മാത്രം ഇതെടുത്ത് കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം അതിനുള്ള ടാബ്ലറ്റും കഴിച്ചു. പിന്നെ ഒരു വൈകുന്നേരം ആയി കഴിഞ്ഞാൽ ഒരു കപ്പ് പാല് കുടിക്കും. പാലും മുട്ടയും ധാന്യവും ഒരു ദിവസം നിർബന്ധമാണ്. അപ്പോൾ ഒരു ഗ്ലാസ് പാല് കുടിച്ചു. അതിനുശേഷം മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ ഷുഗർ ഇന്ന് കുറച്ച് വല്ലാണ്ട് കൂടുതലില്ല, അപ്പോൾ ഒരു കഷ്ണം മാങ്ങയും കഴിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഞാൻ 6 മണി 7 മണി ടാബ്ലറ്റ് കഴിച്ചു. രാത്രി ഇന്ന് വൈകുന്നേരം ഞാൻ റാഗിയുടെ പുട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഓരോ ദിവസം ഓരോ രീതിയിൽ ഉണ്ടാക്കുക. അധികം ഗോതമ്പ് ദോശ കഴിക്കാറ്. അപ്പോൾ ഇന്ന് റാഗി കഴിക്കുക വെച്ചിട്ട് രാവിലത്തെ കടലക്കറി ഉണ്ടായിരുന്നു. ഓരോ ദിവസം എങ്ങനെയാണ് ഷുഗർ അതിനനുസരിച്ച് 2 ദിവസം ഭക്ഷണം കഴിക്കാറ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.